ഈ റിവ്യൂ കണ്ടു തുടങ്ങട്ടെ. അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്രോളം കാലം കുഴപ്പമില്ലല്ലോ. അതെങ്കിൽ തോന്നുന്നു ആദ്യത്തെ കുറച്ച് തവണയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ ഒരു ബാഡ് റിവ്യൂ വരുമ്പോൾ ഒരു ഡൗട്ട് കൊടുക്കാം. 50% ചിലപ്പോൾ സാധിക്കും. അഭിപ്രായം പറയുന്നതിലും നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റും. ജെന്വിൻ ആണോ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകർ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ചിലവർ വളരെ ജെന്വിനായി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ആ പയ്യൻ എന്നെ ആദ്യം തുടങ്ങുമ്പോഴേ പറഞ്ഞ ട്രോൾ ചെയ്യാനുള്ളതാണ്, 10 മിനിറ്റിൻ്റെ ആണ്. എന്നിട്ട് ആ പയ്യൻ ലാസ്റ്റിൽ പറയും ഞാനായി പറയിപ്പിച്ചാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഈ 2 ഭാഗവും കട്ട് ചെയ്തു. ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഞാൻ തന്നെ പല ചാനൽസിൽ ഇരിക്കുമ്പോൾ നമ്മൾ 1.5-2 മണിക്കൂർ നമ്മുടെ വർക്കിനെയൊക്കെ കുറിച്ച് പറയും. പക്ഷേ ഫൈനലി അവർ ഇടുന്നത് അതിൻ്റെ ഒരു ഫുള്ളിടും. പക്ഷെ അതിൽ എടുത്തിടുന്ന ഈ പറയുന്ന TRP എനേബിൾ ചെയ്യുന്ന ഞാനുമായി ഒരു ബന്ധമില്ലാത്ത കണ്ടൻറ്റായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാസിങ് റിമാർക്കായി അപ്പോൾ ഞാൻ ഈയിടെ പല ചാനൽസിനോടും ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇതാണ് അറിയേണ്ടത് വെച്ചാൽ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലിരുന്ന് പറയാമല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. ഈ ചോദ്യം ഞാനും ചോദിച്ചിരുന്നു. എന്താണ് പക്ഷെ പ്രൊമോട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ആക്ടേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യണം. പ്രൊഡ്യൂസേഴ്സ് ഇത്രയും പൈസ ഇറക്കുന്നതല്ലേ, അപ്പോൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് നമ്മളാ പൈസ വാങ്ങിച്ച് ഇങ്ങനെ ആക്ട് ചെയ്തു, നമ്മുടെ പാട് കഴിഞ്ഞു എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾക്ക് ആ സിനിമ പുറത്ത് വരുന്ന വരെ നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാനിപ്പോൾ പുതിയതല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അല്ല, ടിക്കറ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പം പാലക്കാട് എൻ്റെ അമ്മയുടെ ഗ്യാങ്ങുമായി ടിക്കറ്റ് വാങ്ങിച്ചിട്ടൊക്കെ തന്നെയാണ്. അമ്മ തന്നെയാണ് പലവരെയും വിളിച്ച് പലവരും പറഞ്ഞു നമ്മൾ ടിക്കറ്റ് എടുക്കാം. സോ ടിക്കറ്റ് എടുത്ത് വാങ്ങിക്കണം. അതാണ് എൻ്റെ ഇതിപ്പോൾ ഫസ്റ്റ് അല്ല, ഞാൻ ഇനിയും വരും. എനിക്കിനിയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് കൊണ്ടുവരാനായി. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണ പ്രേക്ഷകരെ പോലെ തന്നെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വരണമല്ലോ. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.